അപ്പോൾ ഈ ആറാട്ടുപുഴയിലെ വിശേഷങ്ങൾ പറയുന്ന മുറയ്ക്ക് വരുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ താമസാക്കി ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ കുറേ ഇടപെടുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ കുറേ ആളുകൾക്ക് അതിലുള്ള ഒരു വിരോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ പെരുവനം ഗ്രാമം അവിടെയാണ് ഈ ആറാട്ടുപുഴ പൂരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ കൊടുങ്ങല്ലൂർ രാജാവ് അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഗ്രൂപ്പ് അപ്പുറത്ത് ഈ ഇദ്ദേഹമാണെങ്കിലോ ശക്തൻ എന്ന് വെറുതെ പറയണതല്ല, എല്ലാ കാര്യത്തിലും ഒരു നല്ല രീതിയിൽ തന്നെ ഒരു അധികാരം പ്രയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കാടൊക്കെ ഈ തേക്കിൻകാട് മൈതാനം എന്ന് പറയും ഈ പൂരപ്പറമ്പിന്. ഇവിടുത്തെ വലിയ കാടൊക്കെ വെട്ടി തെളിക്കാൻ പുറപ്പെട്ടപ്പോൾ വെളിച്ചപ്പാട് വന്ന് തടുത്തു എന്നും വെളിച്ചപ്പാടിൻ്റെ തല ഈ മഹാരാജാവ് വെട്ടി എടുപ്പിച്ചു എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇങ്ങനെ ആരും കൂസണ ഒരു പ്രകൃതം അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ശത്രുക്കളെയും ധാരാളമായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഈ ആറാട്ടുപുഴ പൂരം വരുന്നത്. തൃശ്ശൂർ ഭാഗത്തുള്ള കുറേ പേർക്ക് നേരെ പോയിട്ട് അവിടെ എന്നിട്ട് അവർക്ക് വിലക്കൊക്കെ വന്നത്. അത് ഈ ശക്തൻ തമ്പുരാനോടുള്ള എതിർപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്ന് കരുതുന്നവരുണ്ട്. അപ്പം സംഭവം എന്തായാലും ഇത് കേട്ട ഉടനെ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, എന്നാലും ഒരു കാര്യം ചെയ്തോളാം, ഇനി മേലാൽ നിങ്ങൾ ഈ ആറാട്ടുപുഴയ്ക്ക് പോകണ്ട, തൃശ്ശൂർ തന്നെ നമുക്ക് പൂരം നടത്താം. അപ്പോൾ അതിനു വേണ്ട പരിപാടികളായി പിന്നത്തെ ഘട്ടം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഏറെ ഇടം നേടിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ തൃശ്ശൂരത്തെ പൂരപ്പറമ്പ്. കൊച്ചി പ്രജാമണ്ഡലം രൂപീകരണം നടന്നത് ഇവിടുത്തെ മണികണ്ഠൻ ആൽത്തറയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അവരൊക്കെ അന്നത്തെ വലിയ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. ഇക്കണ്ട വാര്യർ, കരുണാകരൻ തുടങ്ങി അച്യുതമേനോൻ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, അങ്ങനെ ഒരുപാട് ആളുകളെ ഉദയം ചെയ്ത ഒരു സ്ഥലമാണ് ഈ ഗ്രൗണ്ട് എന്ന് പറയാം. മഹാത്മാഗാന്ധി വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇതിന് സാക്ഷാൽ മോദി വരെ വന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂരത്തെ പൂരപ്പറമ്പ്. അപ്പോൾ ഇതിൻ്റെ ഈ ചരിത്രം ഒരുപാട് പറയാനുള്ളത് കൊണ്ട് ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് പിറകെ തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ തന്നെ നെഹ്റു മണ്ഡപം, അതുപോലെ വിദ്യാർത്ഥി കോർണർ, ഈ മണികണ്ഠൻ ആൽത്തറ, ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം.